സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടി പൊട്ടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവറാണ്. ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ ഈ 2 സ്ക്രൂവും റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിലെ സ്ക്രൂ ആദ്യം ഞാൻ റിമൂവ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ സ്ക്രൂവും എടുത്ത് മാറ്റി വെച്ചു. ഇനിയാണ് നമുക്ക് ഇതിനകത്ത് എന്താണ് കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ പ്രഷർ ഫൂട്ട് ഒന്ന് മുകളിലോട്ട് ഉയർത്തി വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് പതുക്കെ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ എടുത്താൽ മതി, നമ്മുടെ നീഡിലൊക്കെ പൊക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. അതിനുശേഷം നമുക്കിതൊന്ന് നോക്കാം. ഈ പ്ലേറ്റിനകത്ത് നിങ്ങൾ കണ്ടോ, ഈ ഹോളെന്ന് പറയുന്നത് നമ്മുടെ നീഡിൽ കയറി ഇറങ്ങുന്ന ഹോളാണ്. അപ്പോൾ ഈ ഹോളിൽ ഇവിടെ നമുക്ക് കാണാം കുറച്ച് സ്ക്രാച്ചുകൾ വന്നിട്ടുള്ളൂ. നമ്മുടെ നീഡിൽ പൊട്ടുകയും വളയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്ന സ്ക്രാച്ചുകളാണ്. ഈ സ്ക്രാച്ചുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാനുള്ളൊരു കാരണം. നമുക്ക് ഈ പ്ലേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മിഷീൻ്റെ പാർട്സ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി നമ്മൾ നൂല് പൊട്ടുന്ന പ്രശ്നം നമുക്ക് ഇല്ലാതെയാക്കാം.